ആഘോഷിക്കുന്നത് എന്ന കാര്യം നന്നായി ചിന്തിച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന്റെ ഒരു കരുത്താണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ക്ഷേമത്തിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിൽ നമ്മൾ ഓരോ ആളുകളും പണിയെടുക്കേണ്ടത്. ഓരോ നവംബർ 14 വരുമ്പോൾ അത് ശിശുദിനമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം, നമ്മുടെ മക്കൾക്ക് നല്ല സംസ്കാര സമ്പന്നരാക്കിയെടുക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നവംബർ 14 നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളിലേക്ക് ഇട്ടുതരികയാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ദിവസം ഭൗതികമായ വീക്ഷണം പറയാനല്ല ഞാൻ എഴുന്നേറ്റിരുന്നത്, മറിച്ച് ഇസ്ലാം ഏത് രീതിയിലാണ് കുട്ടികളെ വളർത്തേണ്ടത് എന്നും കുട്ടികൾക്ക് പരിപാലനം എങ്ങനെയാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടതെന്നും പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമുക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരുടെ വിഷയത്തിൽ മാതാപിതാക്കൾ കൃത്യമായി പാലിക്കേണ്ട കുറെ കടമകളുണ്ട്. നമ്മളെപ്പോഴും മാതാപിതാക്കളുടെ കടമകളിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ്. കുട്ടികൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട, മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമയും കടപ്പാടുകളും പറയുമ്പോൾ മാതാപിതാക്കൾ കുട്ടികളോട് ചെയ്യേണ്ട കുറെ കടമയും കടപ്പാടുകളുണ്ട്. അത് കൃത്യമായി നിർവഹിച്ചാൽ മാത്രമേ ബാപ്പയോടും ഉമ്മയോടും തിരിച്ച് ഈ മക്കളുടെ കടമയും കടപ്പാടും നിർവഹിക്കൂ എന്ന് മുസ്ലിം സമുദായം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എന്നാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. മക്കളൊരു ഭാരമല്ല. പെൺമക്കളുണ്ടായാൽ പഠിച്ചവനെ വിവാഹം ചെയ്തയക്കേണ്ട നിരാശയില്ല. ആൺമക്കളുണ്ടായാൽ ഇവരെ പഠിപ്പിച്ച് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ള ടെൻഷനില്ല വേണ്ടത്. മറിച്ച് മക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന കൃത്യമായ ബോധ്യം എന്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ആഖിറത്തിൽ നേട്ടം കിട്ടണമെങ്കിൽ അതിന് 3 പ്രവർത്തനങ്ങളെ കൊണ്ടല്ലാതെ ഒന്നുകൊണ്ട് ലഭിക്കുകയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ മാതൽ ഇൻസാനു ഇൻകദഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇൻകദഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങളല്ലാതെ എല്ലാ കാര്യങ്ങളും അവന്റെ നിന്ന് വിട്ടുമാറുന്നതാണ്. അവൻ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ആ മരിക്കുന്നതോടെ കൂടെ അവസാനിക്കും. ആഖിറത്തിലേക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ. ആരെങ്കിലും ഒരാൾ തുടർച്ചയായി പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടെ സദഖ ചെയ്തിട്ടുണ്ടോ, ആ സദഖ അവന്റെ ആഖിറത്തിലേക്ക് ലഭിക്കുന്നതാണ്. പള്ളി നിർമ്മിക്കുകയാണ് എന്റെ ബാപ്പയുടെ പേര്, അല്ലെങ്കിൽ എന്റെ ഉമ്മയുടെ പേര്, അല്ലെങ്കിൽ എന്റെ ആഖിറം പരിസമാകാൻ, ഞാനിതാ എന്റെ നാടിന് മനോഹരമായ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നു എന്നൊരാൾ നിർച്ചറിയാൻ അവൻ ആ പള്ളി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്താൽ മരിച്ചുപോയി 6 അടി മണ്ണിൽ കിടന്നാലും അന്ത്യനാൾ വരെ ആ പള്ളിയിൽ ആരെല്ലാം നിസ്കരിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം അവന്റെ ആഖിറത്തിലേക്ക്, അവന്റെ ബർസഖിയായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. നന്മ ചെയ്യുന്നു, ഈ നാട്ടിൽ ഒരു ദീനീ സ്ഥാപനം വളരാൻ അതിനുവേണ്ടി സഹായിക്കുന്നു, അല്ലെങ്കിൽ മുഅല്ലിമീങ്ങളായ നല്ല മക്കൾക്ക് അവർക്ക് ദീന് പഠിക്കാൻ വേണ്ടി കിതാബുകൾ വാങ്ങിക്കൊടുക്കുന്നു, അവരെ മരണം വരുന്ന മുഖാമരായി ചെയ്യുന്നുണ്ടോ, ആ സദഖയുടെ പ്രതിഫലം അവന്റെ ഖബറിടത്തിലേക്ക് കിട്ടുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ഉപകാരപ്രദമായ ഇൽമ്, അത് പ്രചരിപ്പിക്കുക, അത് പഠിപ്പിക്കുക, അതിനെ പഠിക്കുക, അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നമ്മളൊക്കെ ഈ ഓരോ വെള്ളിയാഴ്ചയും കൃത്യമായി പ്രബോധനം ചെയ്യുന്നത് കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഞാൻ കല്ലിങ്കാൽ സമാജത്തിലേക്ക് ഹിദമത്ത് ചെയ്യാൻ ഓരോ ലീഗുകളിലും തിരിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ദൂരെ വരുമ്പോൾ പടച്ചതമ്പുരാനെ അല്ലാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ അമൽ ചെയ്താൽ, ഞാൻ നാളെ മരിച്ച 6 അടി മണ്ണിൽ കിടന്നാലും പടച്ചവനെ അവർ ചെയ്യുന്ന അമലിന്റെ ഒരു ഭാഗം എനിക്ക് നിങ്ങളുടെ കബറിടത്തിലേക്ക് കിട്ടുമല്ലോ എന്നുള്ള കൃത്യമായ ബോധ്യമാണ്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക, അത് പ്രവർത്തിച്ചു കൊടുക്കുക. നമുക്ക്
കൊടുക്കുന്നതിന് മുമ്പ് അത് കൈമാറുക, അതൊക്കെ ലോകാവസാനം വരെ നിലനിൽക്കുമ്പോൾ അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് കിട്ടുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി ഹബീബായ തങ്ങൾ പറഞ്ഞു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സന്താനം ഉണ്ടാകുക. അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സന്താനം. ദുനിയാവിലെ മക്കളെ വളർത്തുകയാണെങ്കിൽ, വാപ്പയും ഉമ്മയും മരിച്ചു കിടക്കുകയാണെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യുന്ന മക്കളുണ്ടാവും. ഇന്നിപ്പോ നമ്മൾ ഖബർസ്ഥാനിലേക്ക് വയറിലെ എണ്ണാവുന്ന ആളുകൾ മാത്രം സിയാറത്ത് ചെയ്യും. തിരക്കുള്ള ആളുകളുണ്ടാവും, ജോലി സംബന്ധമായി പോകേണ്ട ആളുകളുണ്ടാവും. എത്ര ആളുകൾ നമ്മുടെ പള്ളിയിൽ പോയി ആരൊക്കെ വാപ്പും അവിടെ കിടക്കുന്നുണ്ട്, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ. എന്നാൽ ഇപ്പൊ പള്ളിക്കാട്ടി പോയിട്ട് 1, 2, 3 ആളുകൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വാപ്പയും ഉമ്മയും വിജയിച്ചു എന്നാണ് അർത്ഥം. കാരണം അവർക്ക് കിട്ടിയ വലതും സ്വാലിഹ് വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യുന്ന മക്കളെ ശേഷിപ്പിച്ച് ദുനിയാവിൽ നിന്ന് വിട പറയുക എന്നുള്ളത് ഒരു വാപ്പാന്റെ ഉമ്മാന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. എപ്പോഴും എല്ലാ വർഷവും കൃത്യമായ ആണ്ട് നടത്തുന്നു, ഉമ്മാക്ക് വേണ്ടി ഹത്തമോതുന്നു, ഇടക്കിടക്ക് എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് സ്വതന്ത്ര ചെയ്യുന്നു, ഉമ്മാക്ക് വേണ്ടി മുഖാലിമികളെ കൊണ്ട് ആലിമികളെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ നല്ല നല്ല സ്വാലിഹീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. മക്കൾ തന്നെ ദുആ ചെയ്യുന്നു. എന്തിനാ? എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ആഹാരം വിളിച്ചാണ്. അങ്ങനെയുള്ള മക്കളെ ഉണ്ടാവണമെങ്കിൽ അതിന്റെ കാരണക്കാരൻ വാപ്പയും വേണം. കൃത്യമായ വളർത്തൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഒരു മനുഷ്യൻ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്നത്, ഒരു കുഞ്ഞ് ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്ന ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ്. അവൻ ഒരാളും ജനിച്ചു പോകുമ്പോൾ അക്രമിയാവുന്നില്ല. ജനിച്ചു വീഴുന്ന ഒരു മക്കള് മോശപ്പെട്ടവനായിട്ടല്ല ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്നത്, മറിച്ച് അവന്റെ വാപ്പ യഹൂദിയായതുകൊണ്ട് അവൻ യഹൂദിയായതാണ്, അവന്റെ വാപ്പ നസ്രാനിയായതുകൊണ്ട് അവൻ നസ്രാനിയായതാണ്, അവന്റെ വാപ്പ മജൂസിയായി തീയ ആരാധിക്കുന്നവനായതുകൊണ്ട് അവൻ മജൂസിയായതാണ്. അതിന് പറഞ്ഞതിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പയും ഉമ്മയും മക്കളെ വളർത്തുന്നതിന് വരുന്ന പാകപ്പഴവും മക്കളെ വഷളാകുന്നതിന് മുൻപ് എന്നാണ് എന്നെ കേൾക്കുന്ന വാപ്പമാരും ഉമ്മമാരും മനസ്സിലാക്കേണ്ടത്. തുടക്കം മുതലേ ആ പരിപാലനം കൃത്യമായി നോക്കണം. കുറച്ചു കഴിഞ്ഞ് 10ാം ക്ലാസ് പ്ലസ് 1 ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് കർശനമാക്കാൻ എന്ന് വിചാരിച്ചാൽ മക്കള് റെഡിയാവില്ല. അടിത്തറ റെഡിയായിട്ടില്ലെങ്കിൽ പിന്നെ നേരെ എത്ര വാർപ്പിട്ടാലും അത് പൊടിഞ്ഞു വീഴുകയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മക്കളെ വട്ടിക്കൊണ്ട് വട്ടിയുടെ മലയിൽ നിർത്തണമെന്നോ അല്ലെങ്കിൽ വാപ്പയൊരു ഭീകര ജീവിയായി നിൽക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്. മറിച്ച് മക്കളോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറാൻ വാപ്പമാരെ തയ്യാറാകണം, ഉമ്മമാരും തയ്യാറാകണം. ചില വാപ്പമാരുടെ ചില ഉമ്മമാരുടെ പ്രകൃതം ഉമ്മമാരെ മാറ്റി നിർത്താം, വാപ്പമാരെ നമുക്കെടുത്ത് പറയാം. വാപ്പമാരെ പ്രകൃതം ഒരു കാട സ്വഭാവം. വാപ്പാരെ കാണുന്നത് തന്നെ ഒരു ഭീകര ജീവിയായിട്ട്. മക്കൾക്ക് സ്നേഹം ഉണ്ടാവും. ചിലപ്പോൾ വാപ്പാരൊക്കെ പറയും മക്കളെ നന്നാവില്ല. ഞാൻ ചോദിക്കാറില്ലേ മക്കളോട് എങ്ങനെ പെരുമാറണം? ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എപ്പോ നോക്കിയാലും ചൂടാവും, ഞാൻ വിമർശിക്കും. എനിക്ക് വലിയ സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം ഞാൻ എങ്ങനെയാണ് പ്രകടിപ്പിക്കാറ് എന്ന് പറയാം. ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച മക്കൾ ഒന്നാമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട മക്കളോട് പെരുമാറേണ്ട സ്നേഹത്തോടെ എങ്ങനെയാണ് ഒരു വാപ്പ പെരുമാറേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം തുറന്നു പറയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഒരിക്കൽ മഹാനായ പ്രവാചകന്റെ സദസ്സിൽ ഒരു സ്വഹാബി ഇരിക്കുന്നുണ്ട്. ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഹബീബായ തങ്ങളുടെ ചാരത്തിരിക്കുന്ന സ്വഹാബി പറഞ്ഞു, നബിയേ, എനിക്ക് അവനോട് വല്ലാത്ത ഇഷ്ടമാണ്, അവൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ, നീ നിനക്കുള്ള ഇഷ്ടം അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഇല്ല നബിയേ, എന്റെ സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല.
നേരെ ചെല്ലുക, ആ മനുഷ്യനോട് പറയണം, മോനെ എന്നോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്, നീ നല്ല സൽസ്വഭാവിയായ ആളുകൾക്കൊക്കെ ഉപകാരം ചെയ്യുന്ന അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറയണമെന്ന് പറയുമ്പോ ആ സ്വഹാബി ഓടിച്ചെന്നിട്ട് തന്റെ ഇഷ്ടം തന്റെ സുഹൃത്തിനോട് പറയേണ്ട താമസം അവിടുന്ന് തിരിച്ചു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിന്നെയും സ്നേഹിക്കണം എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്ത് കൊടുത്ത മറുപടി. അഥവാ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇടക്കിടക്ക് മക്കളെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് പറയും, വാപ്പാക്ക് നല്ല ഇഷ്ടമാണ് എന്റെ മോനെ, അല്ലെങ്കിൽ വാപ്പാക്ക് നല്ല ഇഷ്ടമാണ് വാപ്പാന്റെ മോളെ. അതുകൊണ്ട് എന്തൊരു അബദ്ധത്തിന് പോയി ചാടരുത് കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാപ്പാട് തുറന്നു പറയാം, ഉമ്മോടെ തുറന്നു പറയാം. മോനെ ഇത്രയും കഷ്ടപ്പെട്ട് വാപ്പ വിദേശ രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പാനെ മോനെ വളർത്താനാണ്, അല്ലെങ്കിൽ ഉപ്പയുടെ മകളെ വളർത്താനാണ്. അതുകൊണ്ട് രീതിയിലെ അബദ്ധത്തിൽ പോയാൽ ഈ വാപ്പാക്ക് സഹിക്കാൻ പറ്റൂല എന്നുള്ള സ്നേഹവാക്കുകൾ വാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്ത് നിന്നുണ്ടായാൽ മക്കൾക്ക് ഏത് തെറ്റുകളിലേക്ക് പോകുമ്പോൾ പഠിച്ചോനെ എന്റെ വാപ്പാന്റെ സ്നേഹം, എന്റെ ഉമ്മാന്റെ സ്നേഹം ഞാൻ മറന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മക്കളുടെ ഹൃദയത്തിലേക്ക് വരും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സമയം മാറ്റുക. ഞാൻ ഈ അടുത്ത് ഒരു ചെറുകഥ വായിച്ചു. ആ ചെറുകഥയിൽ ഒരു പ്രിയപ്പെട്ട പിതാവ് വീട്ടിലെ നാട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് രാത്രി 12 മണിയും 1 മണിയുമാകുമ്പോഴാണ് വീട്ടിലേക്ക് വരിക. നേരം പുലർച്ചയാകുമ്പോ മക്കളെ ഉണരുമ്പത്തിന് പിതാവ് തിരിച്ച് ജോലിക്ക് തിരിച്ചു പോകും. മക്കൾക്ക് കാണാൻ സാധ്യത. ഒരു ദിവസം ആ കുഞ്ഞ് അവന്റെ കാശിട്ട് വെക്കുന്ന ചെറിയ കുടുക്കയുണ്ട്, അത് പൊട്ടിച്ച് അതിൽ നിന്ന് കുറെ നാണയത്തുട്ടുകൾ കയ്യിലേക്ക് ശേഖരിച്ചു വെച്ചിട്ട് പിതാവ് വരുന്നവരെ പാതിരാത്രി വരെ ഉറക്കമൊഴിച്ച് കാത്തിരുന്നുകൊണ്ട് പിതാവ് വന്നപ്പോ പിതാവിനെ ചേർത്ത് പിടിച്ച് 2 കൈകളും ഇങ്ങോട്ട് പിടിച്ചിട്ട് തന്റെ കയ്യിലുള്ള ചെറിയ നാണയത്തുട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പ ഇത് എന്റെ കുടുക്ക ഞാൻ പൊട്ടിച്ച് എന്റെ കാശിന്റെ ശേഖരമാണ്. ഇത് വാപ്പാക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന വേതനമുണ്ട്. നാളെ വാപ്പ ജോലിക്ക് പോകരുത്. ഈ വേതനം വെച്ച് വാപ്പ ഞങ്ങളോട് കൂടെ ഒരു ദിവസമെങ്കിലും ഒന്ന് സ്നേഹത്തോടുകൂടെ ഞങ്ങളോട് കൂടെ ചെലവഴിക്കുമോ? എത്ര വാപ്പമാരാണ് അവരുടെ മക്കളോട് സ്നേഹത്തോട് പെരുമാറുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് കൊതിയാവുകയാണ് വാപ്പ എന്ന് പറഞ്ഞ ഒരു ചെറുകഥ ഈ അടുത്ത് ഞാൻ വായിച്ചതായി എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പറയുന്നു, മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ ഒരു സമയം മാറ്റി വെച്ചാൽ മക്കൾ തലതെറിച്ചു പോകുന്നതിന്റെ കുറെ സമയം. എല്ലാ കാര്യത്തിലും മക്കളെ കൊഞ്ചിച്ച് ഭക്ഷണമാക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷെ വാപ്പാന്റെ കാണ സ്വഭാവം അതൊന്ന് മാറ്റണം. ഞാൻ അടുത്ത ഹിറ്റ്ലറുടെ ആത്മകഥ വായിച്ചു. ആ ഹിറ്റ്ലറുടെ ആത്മകഥയിൽ ഹിറ്റ്ലർ ക്രൂരനായ മനുഷ്യനാണ്. ജൂതന്മാരെല്ലാം പിടിച്ച് തലയിങ്ങനെ വെട്ടി മാറ്റി വിഷയം നിർമ്മിച്ചിട്ട് അതിന്റെ തലവൊക്കെ വെട്ട. ഇങ്ങനെയായിരുന്നു ഹിറ്റ്ലറുടെ സ്വഭാവം. ആളുകളെ എല്ലാം കുന്നെടുക്കുന്ന പ്രകൃതിയാണ്. ഹിറ്റ്ലർ പറഞ്ഞു, ഞാൻ ഇത്രയും ക്രൂരനാവാൻ കാരണം എന്റെ പിതാവാണ്. കാരണം എന്റെ പിതാവിന്റെ വീട്ടിൽ വന്നാൽ സ്നേഹത്തോടെ മോനെ എന്നൊരു വാക്ക് വിളിക്കില്ല. എപ്പോ നോക്കിയാലും ശകാരിക്കുകയും കുത്തുവാക്കുകൾ പറയുമ്പോ അത് കേട്ടിട്ട് എന്റെ ഹൃദയവും കാഠമായി. പിന്നെ എനിക്ക് മനുഷ്യനോട് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം അതങ്ങ് നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് ആ സ്നേഹമുള്ള ഒരു മക്കളെ വളർത്താൻ നമുക്ക് സാധ്യമാക്കണം. അവരെ പരിഗണിക്കണം. കുട്ടികളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല. ഒരു സദസ്സിലിരിക്കുമ്പോ ഒരു സ്വഹാബി കുറച്ച് പാല് കൊണ്ടുവന്നപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഖാലിദ് റളിയല്ലാഹു എന്ന പ്രായമായ സ്വഹാബി ഇരിക്കുമ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പാല് കൊടുക്കാതെ ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനാണ് അല്ലാഹു റസൂൽ പാല് കൊടുത്തത്. നമ്മുടെ കുട്ടികളെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ പറയും, മക്കളെല്ലാവരും മാറിക്കിട്ട് വലിയ ആളുകൾ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ഈ കുഞ്ഞു വയനങ്ങളെ വിഷമം ഒട്ടിയിട്ട് ഇങ്ങനെ കരയുന്നുണ്ടാവും. മറ്റാൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഒരുമിച്ച് കിട്ടാൻ കഴിയുന്നില്ലെങ്കിൽ കുട്ടികൾക്കായി ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് അവർക്കും ഈ വലിയ ആളുകളോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശൈലി. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയെ പരിഗണിച്ചുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നെ പരിഗണിക്കുകയാണ്. എന്ത് വന്നാലും കൊച്ചുകുട്ടികളെ മാറ്റി നിർത്തുക, ഇത് കുട്ടികളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞ് കുട്ടികളെ മാറ്റി നിർത്തുന്ന പ്രവർത്തനം പാടില്ല. മക്കൾ പള്ളിയിൽ വരും. ഞാൻ ഒരിക്കലും മക്കളെ ആക്ഷേപിക്കാറില്ല. കുട്ടികൾ ആരെന്നോട് പറയും കുട്ടികളോട് ചൂടാവുന്നതാണ്, ഞാൻ ചൂടാവാറില്ല. മക്കളോട് പറയേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? പൊതുവെ എല്ലാവരോടും കൂടിയായി പറയും.
സദസ്സിൽ വെച്ച് ഒരു കുട്ടിയെ നിർണയിച്ചുകൊണ്ട് നീ അത് ചെയ്യുന്നത് ശരിയായില്ല, നീ ഇങ്ങനെ ചെയ്യണമെന്ന് ആക്ഷേപിക്കുന്ന വാക്ക് പറയാറുണ്ട്. കാരണം എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയല്ല. നിങ്ങളോട് പ്രിയപ്പെട്ട പിതാക്കന്മാരോട് സഹോദരന്മാരോട് പറയാനുള്ളത്, മക്കളൊക്കെ വരുമ്പോ ദിക്റിന്റെ മജ്‌ലിസ് നടക്കും. ഇപ്പൊ മക്കളൊക്കെ ശബ്ദം കുറച്ച് ചെല്ലുന്നുണ്ടാവും. അപ്പൊ പൊതുവെ എല്ലാവരും ചെല്ല് എന്നൊക്കെ പറയാതെ അങ്ങനെ പറയുന്ന ഒരു ശൈലിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നീ എന്തുകൊണ്ട് ചെല്ലുന്നില്ല, നീ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ ആക്ഷേപിക്കുന്ന രീതി അത് മക്കൾ കൂടുതൽ വഷളാകാൻ കാരണമാകുമെന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മോശം കണ്ട കുട്ടികളുടെ നന്മകളെ പ്രോത്സാഹിപ്പിക്കണം. ഒരു തിന്മ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കുട്ടികളെ അവിടെ മാറ്റിക്കൊണ്ടുപോയിട്ട് മോനെ കുട്ടി ഇങ്ങനെ വെട്ടിയത് ശരിയായിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ശൈലിയാണ്. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ മുടി വെട്ടണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് വല്ലാത്ത ബഹുമാനം ഉണ്ടാവുകയും കുട്ടിയെ ശീലിക്കുകയും ചെയ്യും. സദസ്സിൽ വെച്ച് ആ കുട്ടിയോട് പറയാം, നീ എന്താണ് ഇങ്ങനെ യഹൂദന്മാരെ പോലെ മുടി വെട്ടിയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് മുടി വെട്ടുന്നത് പറഞ്ഞിട്ട് ആക്ഷേപിച്ച കുട്ടിക്ക് നമ്മളോട് വൈരാഗ്യവും വാശിയും കുട്ടി ആ പ്രവർത്തനം തുടരുക തന്നെ. ഒരു നന്മ കണ്ടാൽ കുട്ടികളെ പ്രോത്സാഹിക്കുക. കുട്ടികൾ നല്ല മാർക്കൊക്കെ വാങ്ങിയാൽ എന്താ പ്രോത്സാഹനം കൊടുക്കണം. കുട്ടികൾ നല്ല നല്ല പ്രവർത്തനം കണ്ടാൽ എല്ലാ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, അവർ പ്രശംസിക്കണം. ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പൊ അവർക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു വാസന അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ വാക്കുമാരോട് അവസാനമായി പറയാനുള്ളത്, ശാപവാക്കുകൾ ഒരിക്കലും മക്കളെ കുറിച്ച് പറയാൻ പാടില്ല. ഒരിക്കലും ചിലപ്പോ തലനടച്ച സ്വഭാവം നശിച്ചു പോകണം, നീ ഒരു കാലത്ത് നന്നാവില്ല എന്നുള്ള ശാപവാക്ക് ഒരു വാപ്പയും ഉമ്മയും ഒരു കാരണവശാലും പറയാൻ പാടില്ല. ചിലപ്പോ നമ്മൾ പറയും, കുട്ടികളൊക്കെ ഇരുത്തി സംസ്ഥയിൽ എല്ലാ ആളുകളും ഉണ്ടാവുമ്പോ സദൈവം നിസ്കരിക്കുന്നില്ല, തലതെറിച്ചവരാണ്. ആളുകളുടെ മുന്നിൽ വെച്ച് കുട്ടികളെ വഷളാക്കാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികൾ കൂടുതൽ വഷളാക്കുകയില്ലാതെ ഒരു കാരണവശാലും നന്നാവില്ല. രഹസ്യമായിട്ട് നിസ്കരിക്കുന്നില്ല, നന്നാവുമെന്ന് ദുആ ചെയ്യുന്ന നല്ല രീതിയാണ്. അല്ലെങ്കിൽ മക്കളെ രഹസ്യമായിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ഉപദേശിക്കണം. എല്ലാവരും സദസ്സിൽ വെച്ച് നമുക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മക്കളെ എത്തിയിട്ട് ഇവൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ പഠിക്കൂല, അവൻ ഒറ്റ മകനാണ്, എന്നെ കാട്ടി ഉഷാറ് അങ്ങനെ പറഞ്ഞാൽ മക്കൾ കൂടുതൽ വഷളാകുമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരും ഉമ്മമാരും പറയണം. ഒരിക്കൽ ഹറമിലെ ഇമാം, അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹറമിലെ ഇമാമായ അബ്ദുറഹ്മാൻ സുദൈസ് ഒരിക്കൽ ഹറമിയുടെ ഖുതുബയിൽ പരാമർശിക്കുകയുണ്ടായി. ഒരു നാട്ടിൽ ഒരു വികൃതിയുള്ള ഒരു ബാലനുണ്ടായിരുന്നു. അവൻ ഭയങ്കര കൃത്യങ്ങളാണ്, എന്ത് ചെയ്താലും അക്രമമാണ്, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അവനെ കുറിച്ച് പരാതിയാണ്. അങ്ങനെ ഒരു ദിവസം ഈ പ്രിയപ്പെട്ട ബാലന്റെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ കടന്നു വന്നപ്പോ അവർക്ക് വേണ്ടി സുഭിക്ഷമായി മാതാവ് തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണത്തിലേക്ക് ഈ മകൻ കൊണ്ടുപോയി മണ്ണ് വാങ്ങിയിടുകയാണ്. ഉമ്മാവ് ദേഷ്യം പിടിച്ചു, കാരണം അതിഥികൾ വരെയാണ്, അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമുണ്ട്. അതിലേക്ക് മണ്ണ് വാരിയിട്ടപ്പോ ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്, എടാ നിന്നെ ഹറമിലെ ഇമാമാക്കി അല്ലാഹു പരീക്ഷിക്കട്ടെ എന്ന്. അബ്ദുറഹ്മാൻ സുദൈസി ആ പ്രസംഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, ആ വികൃതിയുള്ള ബാലൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഹറമിന്റെ ഇമാമായ അബ്ദുറഹ്മാൻ സുദൈസി എന്ന ഞാനാണ്. ഞാൻ ഈ വികൃതി കാട്ടിയപ്പോ എന്റെ ഉമ്മ ശപിച്ചില്ല, മറിച്ച് ഉമ്മാന്റെ ദേഷ്യത്തോളം പറഞ്ഞൊരു വാക്ക്, എടാ നിന്നെ ഹറമിലെ ഇമാമാക്കി അല്ലാഹു പരീക്ഷിക്കട്ടെ എന്നാണ്. ആ അബ്ദുറഹ്മാൻ സുദൈസിയുടെ മക്കളുമായിട്ടാണ് നമ്മുടെ മലയാളികൾ ഹജ്ജിന് പോകുമ്പോൾ നിസ്കരിക്കുന്നത് എന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ദേഷ്യത്തോളം ഉമ്മയും എന്താ പറഞ്ഞു, അല്ലാഹു സ്വീകരിക്കും. അപ്പൊ അങ്ങനെ ദേഷ്യം വരുമ്പോ നല്ലതല്ലാതെ ശപിച്ച വാക്ക് പറയില്ലേ, മക്കൾ നശിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ശിശുദിനത്തിന് ഞാൻ എന്ത് സന്ദേശമാണ് എന്റെ ജമാഅത്തിലെ അംഗങ്ങൾക്ക് തരേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോ ഈ ഒരു രീതിയിലുള്ള കാണിച്ചപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് നൽകണമെന്ന ബോധ്യത്തോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കട്ടെ, അവരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന മാതാപിതാക്കളാക്കി അല്ലാഹു നമ്മളെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.